ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ. അപ്പോൾ എയർ ഫ്രൈ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിസ്സ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3/4 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഇളം ചൂടുള്ള വെള്ളമാണ് അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഈസ്റ്റൊക്കെ നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് മൈദയിലിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി. പക്ഷേ നമ്മൾ ഈസ്റ്റ് റെഡിയാണോ നല്ല ഈസ്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചത്. ഇനി നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സാക്കി വെച്ച ഈസ്റ്റിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാ പൊടിയിലേക്കും ഈ ഒരു അളവായിരിക്കില്ല കേട്ടോ. ചില ഇതിൽ ഈസ്റ്റിൻ്റെ ഇത്രയും കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈസ്റ്റ് റെഡിയാക്കിയാൽ മതി കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം പിന്നീട് ഒഴിക്കാം. അപ്പോൾ നല്ലോണം ലൂസ് ആവാതിരിക്കണം. പിന്നെ അധികം കട്ടിയാവാനും പാടില്ല. ഒരു സ്റ്റിക്കി ടൈപ്പ് ഡോവാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതാ നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവ് പോലെ അത്ര ഹാർഡാവാൻ പാടില്ല. കുറച്ചൊന്ന് ലൂസ് ഇതുപോലെ നല്ല ലൂസായിട്ടും നല്ലൊരു ഒട്ടുന്ന വിധത്തിലുള്ള ഒരു ഡോവാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പുള്ള ഇതിനെ നമ്മൾ കുഴച്ച് നല്ല സ്ട്രോങ് ആക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാർഡാക്കാൻ പാടില്ല. ഒരു ലൂസായിട്ടുള്ള ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഓയിലോ ബട്ടറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കണം. നമ്മൾക്കിത് എത്രമാത്രം കുഴക്കാൻ പറ്റുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ടറിന് പകരം ഓയിൽ ആയാലും മതിയും. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയ ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒന്ന് എല്ലായിടത്തും ഓയിൽ ഇതുപോലെ തടവിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു 3.5 മണിക്കൂറോളം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്ങിയില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറുതായിട്ട് പൊങ്ങിയാൽ തന്നെ മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ച് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ഒരു പിസ്സാൻ്റെ ബേസിന്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി കുഴച്ചതിന് ശേഷം ഞാനിതാ 3 ഉരുളകളാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ടും കുറച്ചും കൂടെ ഓയിലൊന്ന് തടവിയ ശേഷം നമ്മളിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ എയർ ഫ്രയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ബട്ടർ പേപ്പർ ഒന്ന് അളവെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രമാത്രം വീതിയാണ് വേണ്ടത് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സൈഡേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചെറിയൊരു മാർക്ക് നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയിട്ട് ഇതിലേക്ക് റെഡിയാക്കണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഷീറ്റ് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഡോ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഓവണിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറെല്ലാം നോക്കിയിട്ട് നമ്മളിത് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് പരത്തിയതിന് ശേഷം അതിലോട്ട് വെച്ച് അത് വേവിക്കുക വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരുപാട് ചൂടാവാൻ പാടില്ല. ചെറിയ ലൈറ്റ് ചൂടിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് പരത്തി നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വലുതാക്കുന്നില്ല. നമ്മൾ എയർ ഫ്രയറിൻ്റെ അതിൻ്റെ ആ ഒരു സൈസ് മതി നമുക്ക്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒരു ഇതാക്കി കൊടുക്കാം, മാർക്ക് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയായ ശേഷം നമ്മൾക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ബട്ടർ ഷീറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം സൈഡേക്കെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം. ആ ഒരു പേപ്പറെല്ലാം ഒന്ന് മടങ്ങി പോവാതെ രീതിയിൽ നമ്മൾ ബേസെല്ലാം മടങ്ങി പോവാതെ രീതിയിൽ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 160 ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത്. 160ൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ചിക്കനെല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബർഗറിൽ ഉപയോഗിക്കുന്ന പാറ്റീസാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്.
അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈസിലി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ഡിന്നറിനെല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ ഇതിന് വേണ്ട വെജിറ്റബിൾസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസായി ഞാൻ എടുത്തത് സവാള, ക്യാപ്സിക്കം, തക്കാളി ഈ 3 എണ്ണം മാത്രമാണ്. പിന്നെ ഇത് ഒറിഗാനോ എടുത്തിട്ടുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കെച്ചപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് പിന്നെ മറ്റേ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പിസ്സേൻ്റെ ബേസും ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും, മറ്റേ സൈഡ് അത്ര വെന്തിട്ടുണ്ടാവില്ല. വേവാത്തതല്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം നമുക്കൊന്ന് തിരിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തിരിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സൈഡ് തന്നെ മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഞാനിതിലോട്ട് കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ആക്കി ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്ന് നല്ലത്. അപ്പോൾ ഇത് ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കെച്ചപ്പ് ഇട്ടതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. നമ്മൾ പിസ്സ സോസിലൊക്കെ കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് എരിവ് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ടു, പിന്നെ കുറച്ച് സവാള ഇട്ടു, പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഇട്ടു, പിന്നെ ഇതാ നമ്മുടെ തക്കാളി ഇതുപോലെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഒരുപാട് ചെറിയ സൈസാണെന്നെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ചിക്കൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ചിക്കനെ കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസിലൊന്നും ഉപ്പില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മൊസറല്ല ഇട്ട് കൊടുത്തു, കുറച്ച് കെച്ചപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കും കുറച്ച് ഒന്ന് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ തന്നെ ഇടാം കേട്ടോ. പിസ്സയിൽ ഈ ഒരു ഒറിഗാനോ ഇടുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ ഇത് എല്ലാം റെഡിയാക്കിയ ശേഷം നമുക്കിതിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. ആ ഒരു പേപ്പറോട് കൂടിയിട്ട് തന്നെ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴും 160 ഡിഗ്രി ആണുള്ളത്. 160, 180 അങ്ങനെയൊക്കെ വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അത് 10 മിനിറ്റിന് ശേഷം ഇതാത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്ക്, വളരെ ഈസിയാണ്. നമ്മൾ ഇതൊരു ഡോവ് ഉണ്ടാക്കി എടുക്കാനുള്ള ആ ഒരു ടൈം നമ്മൾ മുമ്പേ ഒന്ന് പ്ലാനിങ് ചെയ്താൽ തന്നെ മതി. ബാക്കിയെല്ലാം നമുക്ക് ഈസിലി ഉണ്ടാക്കാൻ പറ്റും. ചീസെല്ലാം ഇതുപോലെ നല്ല മെൽട്ടായിട്ട് വെലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട്. ഇനി ഓവൻ്റെ ആവശ്യമില്ല, എയർ ഫ്രയർ ഉണ്ടെങ്കിൽ തന്നെ നല്ല ഈസിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. കബാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.